ബ്രേക്കിംഗ് ന്യൂസ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും, PTEയിൽ ഒരു റെവല്യൂഷണറി ചേഞ്ച് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ PTEയിൽ കമ്പ്യൂട്ടറാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം മനുഷ്യരും കൂടെ ആ സ്കോറിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആവുകയാണ്. പേടിക്കേണ്ട, എല്ലാത്തിലും ഇല്ല. രണ്ട് ടാസ്ക്, സ്പീക്കിംഗിലെ 2 ടാസ്ക് ആയിട്ടുള്ള ഡിസ്ക്രൈബ് ഇമേജിലും റീറ്റെൽ ലെക്ചറിലും കണ്ടന്റ് പാർട്ട് മാത്രം മനുഷ്യർ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് ടെംപ്ലേറ്റുകൾ, ഡിസ്ക്രൈബ് ഇമേജും റീറ്റെൽ ലെക്ചറിലുള്ള ടെംപ്ലേറ്റുകളുടെ കാര്യം മറന്നേക്കി. ടെംപ്ലേറ്റ്സ് വോണ്ട് വർക്ക്. ഈ ചേഞ്ചുകൾ ആപ്ലിക്കബിൾ ആവണം November 4th തൊട്ടാണ്. അതിന് മുമ്പാണ് പരീക്ഷ എഴുതണമെങ്കിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. ബട്ട് ദെൻ November 4th തൊട്ട് നിങ്ങൾ സ്പീക്കിങ്ങിലും ഡിസ്ക്രൈബ് ഇമേജിലും റീറ്റെൽ ലെക്ചറിലും പറയുന്ന കണ്ടന്റ് പാർട്ട് മാത്രം, ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനും കമ്പ്യൂട്ടർ തന്നെ ചെക്ക് ചെയ്യും, അതിന് മാർക്കും തരും. എന്നിട്ട് കണ്ടന്റ് പാർട്ട് ഇൻ കേസ് കമ്പ്യൂട്ടറിന് ഡൗട്ട് തോന്നുകയാണ്, നിങ്ങൾ ടെംപ്ലേറ്റ് ഉപയോഗിച്ചു എന്നൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഒരു മനുഷ്യനായിട്ടുള്ള ഇവാലുവേറ്ററിലോട്ട് അത് നമ്മളെ കണ്ടന്റ് പാർട്ട് മാത്രം കൊടുക്കും. എന്നിട്ട് മനുഷ്യൻ അത് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ടെംപ്ലേറ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കണ്ടന്റിന് മാർക്ക് കട്ടാവും. കണ്ടന്റിന് 0 കിട്ടിയുള്ള കാര്യം അറിയാമല്ലോ. ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനും ഫുൾ മാർക്ക് കിട്ടിയാൽ പോലും കണ്ടന്റ് 0 ആണെങ്കിൽ ആസ് പെർ മാർക്കും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടത്തില്ല. സോ ടെംപ്ലേറ്റ് ഉപയോഗിച്ചാൽ, അത് കമ്പ്യൂട്ടറിന് തോന്നിയാൽ, എന്നിട്ട് അതിന് റെഫർ ചെയ്തൊരു മനുഷ്യൻ അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം അത് കണ്ടുപിടിക്കപ്പെടും. നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ഇമേജിൽ റീറ്റെൽ ലെക്ചറിൽ നിങ്ങൾക്ക് മാർക്ക് ഫുള്ളി നഷ്ടപ്പെടും. PT അക്കാഡമിക് ഫോർ UKVI ഇത് എഴുതുന്നവർക്ക് മാത്രമാണ് ഈ ചേഞ്ചസ് ആപ്ലിക്കബിൾ. ആസ് ഓഫ് നൗ PT കോറുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. കാരണം റീറ്റെൽ ലെക്ചർ എന്ന് പറഞ്ഞ ടാസ്ക് PT കോറിൽ ഇല്ല. അവിടെ റെസ്പോണ്ട് സിറ്റുവേഷൻ ആണ്. പക്ഷെ അവിടെ ഡിസ്ക്രൈബ് ഇമേജ് ഉണ്ട്. പക്ഷെ PT കോർ, അതായത് കനേഡിയൻ PR വേണ്ടി എഴുതുന്ന PT കോറിന് ആസ് ഓഫ് നൗ ഇത് ആപ്ലിക്കബിൾ അല്ല. അപ്പൊ ഈ അപ്ഡേറ്റിന് ശേഷം ഫോർമാറ്റിലോ ടൈമിലോ വല്ല വ്യത്യാസം വരും? ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ഫോർമാറ്റിൽ ടൈമിലൊന്നും ഒരു വ്യത്യാസമില്ല. റിസൾട്ടും അതേ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്ന വോയിസ് സാമ്പിൾസ് മാത്രം ഹ്യൂമൻ എക്സ്പെർട്ടിന് അയച്ചു കൊടുക്കും. ഹ്യൂമൻ എക്സ്പെർട്ട് അതിനകത്ത് ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടില്ല, ജനറിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരും. ഓക്കെ, ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ജനറിക് ടെംപ്ലേറ്റ്സ് ആണ്. അതായത് നമുക്ക് ഫ്ലുവൻസി എനേബിൾ ആവാൻ വേണ്ടി കുറെ അധികം കാര്യങ്ങൾ നമ്മൾ കയ്യിൽ നിന്ന് ഇട്ട് പറയും, അത് അവോയ്ഡ് ചെയ്യാനാണ്. സോ നിങ്ങളിപ്പോൾ ഡിസ്ക്രൈബ് ഇമേജ് തന്നാൽ ഇത്രയും നാളുള്ള PTEക്ക് എതിരായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഇത് തന്നെയായിരുന്നു. കാരണം സോഫ്റ്റ്വെയറിനെ ട്രിക്ക് ചെയ്യുന്നുണ്ട് ടെംപ്ലേറ്റ് ഉപയോഗിച്ച്. ആ ഒരു ക്രിറ്റിസിസം മാറ്റാൻ വേണ്ടി ഒരു ശുദ്ധീകരണ കലശമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അയ്യോ, ഇനിയിപ്പോൾ ടെംപ്ലേറ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റൂലല്ലോ, PTE IELTS പോലെ മാറുകയാണോ? ഇങ്ങനത്തെ കൺസേൺസ് ഒക്കെ കാണും. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ കയ്യും കാലും ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പാനിക് ആവരുത്. ഇങ്ങനത്തെ പല ചേഞ്ചസുകളും ത്രൂ ഔട്ട് ദി ഇയേഴ്സ് കുറെ അധികം PTEയിൽ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. ലെറ്റ്സ് അഡ്മിറ്റ്, മനുഷ്യർ ആദ്യമായിട്ട് ഇൻവോൾവ് ആകുന്ന ഫസ്റ്റ് ടൈം ആയിട്ടാണ്. പക്ഷെ ഇതും നമ്മൾ ഓവർകം ചെയ്യും. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. വേർ ദേർ ഇസ് എ വിൽ ദേർ ഇസ് എ വേ. ഒരു ഡോർ അടയുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് ഡോർ തുറന്നു തരും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേഞ്ചസ് വന്നാൽ വെൽ ആൻഡ് ട്രൂലി ഗുഡ്. നമ്മൾ എന്തിനാണ് പാനിക് ചെയ്യുന്നത്? നമ്മൾ അഡാപ്റ്റ് ചെയ്യും. നമ്മൾ അതിനനുസരിച്ച് ചേഞ്ചുകൾ വരുത്തും. ആ ചേഞ്ചുകൾ ഞാൻ നിങ്ങളോട്ട് കൊണ്ടുവരും. ആസ് ഓഫ് നൗ ഞാൻ എന്റെ ചാനൽ വഴി ഒരു ടെംപ്ലേറ്റും പുറത്ത് വിട്ടിട്ടില്ല. വീണ്ടും ഇരുന്നിരുന്ന ടെംപ്ലേറ്റുകൾ ഇനി വർക്ക് ആവത്തില്ല. ഇനി തൊട്ട് ടെംപ്ലേറ്റ്, ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെൽ ലെക്ചറിൽ ടെംപ്ലേറ്റ് എന്നൊരു വാക്കില്ല. ഇത്രയും നാൾ കണ്ടന്റിന് നോ പ്രയോറിറ്റി ആയിരുന്നു ഡിസ്ക്രൈബ് ഇമേജില്. റീറ്റെൽ ലെക്ചറിൽ കുറച്ച് ഫ്രേസുകൾ എടുത്ത് കൊടുക്കുക, പക്ഷെ അവിടെ രണ്ടിടത്ത് നമ്മൾ ടെംപ്ലേറ്റ് ഉപയോഗിക്കുമായിരുന്നു. ഇനി അത് വർക്ക് ആവത്തില്ല. ഇനി എന്ത്? സിമ്പിൾ ആണ്. November 4th മുമ്പുള്ളവർ നിങ്ങൾ ഇപ്പോഴും വറീഡ് ആവണ്ട. November 4th ശേഷമാണ് ബുക്ക് ചെയ്തിരിക്കണമെങ്കിൽ നിങ്ങൾ ടെംപ്ലേറ്റ് മാറ്റി പിടിക്കണം. അതിനായിട്ട് പുതിയൊരു സ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരും. ടെംപ്ലേറ്റ് അല്ല, ഇനി ടെംപ്ലേറ്റുകളില്ല. ടെംപ്ലേറ്റിന് പകരം ഇതിനെ സ്കെലട്ടൺ എന്ന് പറയും. ഓക്കെ, സ്കെലട്ടൺ. IELTSലും ഇതുപോലെ ഡിസ്ക്രൈബ് ഇമേജിന് സിമിലർ ആയിട്ടുള്ള ടാസ്കുകളുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന സ്കെലട്ടൺസ് ആണ്. അപ്പം സ്കെലട്ടൺസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഡിഫറെന്റ് ആണ്. അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ കാര്യങ്ങൾ എളുപ്പമാക്കും, വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുന്നില്ല. ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെൽ ലെക്ചർ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. അത് അവർക്ക് നന്നായിട്ട് അറിയാൻ തന്നെ. വേറെ ഒന്നിലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടും ഇല്ല. അവര് essay റിലേറ്റഡ് ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതൊരു മൈനർ അപ്ഡേറ്റ് ആണ്. ഇതിനെപ്പറ്റി പേഴ്സണലി എന്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, ദർ ഇസ് ഗുഡ് ആൻഡ് ദർ ഇസ് ബാഡ്. ബാഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മൾ തല പോകേണ്ടി വരും ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെൽ ലെക്ചർ പഠിക്കാൻ വേണ്ടി. ഇനി ഈ ചേഞ്ചിന് ശേഷവും സ്മാർട്ട് വർക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. ദെൻ ദർ ഇസ് എ ഗുഡ് തിങ് ആസ് വെൽ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇനി അതിന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് മാർക്ക് കട്ട് ചെയ്യില്ലല്ലോ. ഇനി നിങ്ങളുടെ സാധനങ്ങൾ ഒരു ഹ്യൂമൻ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടന്റ് ഭാഗം മനസ്സിലായില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് ഇല്ല. അത് പിച്ച് ഇഷ്യൂസ് ഒക്കെ ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെൽ ലെക്ചറിൽ പിച്ച് ഇഷ്യൂസ് കാരണം മാർക്ക് കുറവാണെങ്കിൽ പോലും
ഒരു ഹ്യൂമൻ ഇൻവോൾവ് ആവുന്നതുകൊണ്ട് തന്നെ അത് കാരണം ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ആയി കിട്ടും. സോ ദർ ഇസ് ഗുഡ് ആൻഡ് ദർ ഇസ് ബാഡ്. പക്ഷെ കുറച്ചും കൂടി എഫേർട്ട് ഇടണമെന്നേ ഉള്ളൂ. ഇപ്പോഴും തല പോയിച്ചു അയ്യോ ഇനി ഞാൻ പൊട്ടും അങ്ങനത്തെ ഒരു ചിന്താഗതിയും വേണ്ട. അങ്ങനെയൊന്നുമില്ല. ഇനിയും ഒരു കുഞ്ഞായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ ഇനി അവരെ കണ്ടന്റ് കാണുമ്പോഴേക്കും അവർ ബയസ്ഡ് ആയിട്ട് മാർക്ക് തരത്തില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ സ്ലാങ്ങോ അതൊന്നുമല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു ഫ്ലുവൻസിയും പ്രൊനൗൺസിയേഷനും ഒക്കെ കമ്പ്യൂട്ടർ തന്നെയാണ് മാർക്ക് തരുന്നത്. സോ കണ്ടന്റ് ഭാഗം നിങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടന്റ് അവർക്ക് കമ്പ്യൂട്ടറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം, ടെംപ്ലേറ്റ് ഉപയോഗിച്ചു എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹ്യൂമനിലോട്ട് വിടത്തുള്ളൂ. കാരണം ഈ ഹ്യൂമനിലോട്ട് നമ്മളിപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം പരീക്ഷ ചെയ്തു, അതെല്ലാം ഹ്യൂമനിനെ വിട്ടിട്ട് അവരെ നോക്കിയിട്ട് അയച്ചു തരുമ്പോഴത്തേക്ക് സമയം എടുക്കത്തില്ല, ഡിലേ ആവത്തില്ല. ആസ് ഓഫ് നൗ ടൈമില് വ്യത്യാസം വരത്തില്ല. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ടൈമിൽ വ്യത്യാസം വരില്ല എന്നതിന്റെ അർത്ഥം അവർക്ക് ഡൗട്ട് തോന്നുന്ന ഓഡിയോ സാമ്പിൾസ് മാത്രമേ ഈ ഹ്യൂമൻ എക്സ്പേർട്ടിന് അയച്ചു കൊടുക്കത്തുള്ളൂ. അത് മാത്രം അവർ ചെക്ക് ചെയ്ത് കണ്ടന്റ് ചെക്ക് ചെയ്യും. അവിടെ ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വരത്തില്ല. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ടെംപ്ലേറ്റ് ഇല്ലാതാണ്, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് കുറച്ചാണ്, അല്ലെങ്കിൽ പുതിയൊരു രീതി വഴിയാണ് അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അസസ് ചെയ്ത് മാർക്ക് തരാൻ പോകുന്നത്. ഡിസ്ക്രൈബ് ഇമേജ് റീറ്റെയിലിനെയും പറ്റിയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഉടനെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുക. പിന്നെ ഞാൻ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് എല്ലാം 2 ദിവസവും ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കീപ് ലേണിംഗ്, സ്റ്റേ സേഫ്, ഡോണ്ട് പാനിക് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. We are in this together.